നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഔഷധ സസ്യത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത്. കുടങ്ങൽ അഥവാ മുത്തിലാണ്. വിവിധ സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. പ്രധാനമായിട്ടും കാഴ്ചക്കുറവിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ശരീരം ആസകലമുള്ള വേദനകൾ അകറ്റാൻ വേണ്ടിയിട്ട്, കൂടെ തന്നെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ രക്തയോട്ടം ശരിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും തരത്തിലുള്ള രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കേജസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവ മാറ്റാൻ വേണ്ടിയിട്ടും, അതിനോടൊപ്പം നിത്യ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ടും, പഴയതുപോലെ തന്നെ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്ത് ചുറുചുറുക്കോടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്ന ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ വിവിധ തരത്തിലുള്ള മറ്റ് ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ഏത് രീതികളിലാണ് ശരിയായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എത്ര അളവുകളിൽ എടുക്കണം തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മുത്തിൽ അല്ലെങ്കിൽ കുടങ്ങൽ എന്ന് പറയും, അല്ലെങ്കിൽ കുടവൻ എന്ന് പറയാറുണ്ട്. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിമായിട്ട് വരുന്നത് സെൻഡല്ല ഏഷ്യാറ്റിക്ക എന്നാണ്. ഇത് സംസ്കൃതത്തിൽ മണ്ടൂക പർണി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ സാധാരണ തൊടി സ്ഥലങ്ങളിൽ, നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ തന്നെ ഈർപ്പം ഏറിയിട്ടുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ മഴ നല്ല രീതിയിൽ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നന്നായിട്ട് വളരുന്നതാണ്. ഇപ്പൊ നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളരാൻ സാധിക്കുന്ന ഒരു സസ്യം കൂടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു ആകൃതി എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ തലച്ചോറിൽ നിന്നും നാടി വരുന്ന രീതിയിലുള്ള ഒരു ആകൃതിയാണുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ, നാഡീ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ്. ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്, കുട്ടികളിൽ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ മുതിർന്നവരിൽ ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പ്രായമാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം അവരിലെ ഡിമെൻഷ്യയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അൽഷിമേഴ്സ് രോഗത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇവ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. മറ്റൊരു ആകൃതി എന്ന് പറയുന്നത്, ഇത് നമ്മുടെ കിഡ്നിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു രൂപാകൃതി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഡയൂററ്റിക് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, കിഡ്നിയിൽ സ്റ്റോണിന്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മൂത്ര തടസ്സം വരിക, പ്രധാനമായിട്ടും പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് കൊണ്ടുണ്ടാവുന്ന മൂത്രതടസ്സത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ അമിതമായിട്ട് വരിക, ചുട്ടുനീറ്റിൽ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. മറ്റൊന്ന് ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ കാഴ്ചക്കുറവിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇവ മാറ്റാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകും. അതുപോലെ ശരീരമാസകലമായിട്ടുള്ള വേദനകൾ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പുറമെ ഉപയോഗിക്കാനും കഴിയുന്നതാണ്. കുറച്ച് കുടങ്ങലിന്റെ ഇല നമ്മൾ അരച്ചിട്ട് അത് നമ്മൾ പുറമെ, നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിൽ, നീരുള്ള ഭാഗങ്ങളിൽ പുറമെ പുരട്ടിയിടുന്നതിലൂടെ ഈ വേദനകൾ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഇത് നമ്മുടെ ലിവറിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലിവറിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ട്, രക്തസമ്മർദ്ദം അമിതമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ബ്ലഡ് പ്രഷർ ഒക്കെ തന്നെ കുറയാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകും. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ കഴിയുന്നത് ഇതിന്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളതാണ്. ഇതിന് ഒരു 4-5 കുടങ്ങലിന്റെ ഇല എടുത്തിട്ട് അത് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് അത് ചെറു ചൂടോട് കൂടിയിട്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കുന്നത് രക്തസമ്മർദ്ദം അമിതമായിട്ട് വരാതിരിക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകും. കൂടെ തന്നെ ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവ അകറ്റാൻ വേണ്ടിയിട്ടും ഈ രീതികളിൽ ഉപയോഗിക്കുന്നത് ഏറെ നല്ലതാണ്. അടുത്തത്, നമുക്ക് ഓർമ്മശക്തി കൂട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് മുതിർന്നവർക്കും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് 4 അല്ലെങ്കിൽ 5 കുടങ്ങലിന്റെ ഇല അരച്ചിട്ട് അത് നമുക്ക് ചൂടുള്ള വെണ്ണയിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ ഇവർക്ക് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാം. ഏകദേശം ഒരു മാസം 1.5 മാസം കഴിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ഒരു ഓർമ്മശക്തി, അല്ലെങ്കിൽ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിന് കുറച്ചും കൂടി ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചു പോരുന്നതാണ്. എപ്പോഴും നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. ഇനി വെണ്ണയിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് തേനിൽ ചാലിച്ച് കഴിക്കുന്നതും, അതുപോലെ കുട്ടികളിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നത് ഏറെ നല്ലതാണ്. ഒരു കുടങ്ങലിന്റെ 2-3 ഇല അരച്ചിട്ട് അതിന്റെ നീര് മാത്രം ചൂട് പാലിന് ചേർത്തിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് കുട്ടികൾക്ക് പാല് കൊടുക്കുന്നത് ഒരു ബ്രെയിൻ ടോണിക് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ബ്രെയിൻ ടോണിക് തന്നെ ആയിരിക്കും അത്. ഈ രീതികളിലും കുട്ടികളുടെ ബുദ്ധിശക്തി, അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് സംസാരം കുറവായിട്ട് വരികയോ, ഇല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് കുറവായിട്ട് വരികയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതികളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതിലൂടെ അവരിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത
അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ നിത്യ യൗവനം നിലനിർത്താൻ വേണ്ട ഏതൊക്കെ രീതികളിൽ നമുക്ക് കുടങ്ങൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് നമുക്ക് 2 രീതികളിൽ ഉപയോഗിക്കാം. ഒന്ന് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ടും മറ്റൊന്ന് പുറമേ പുരട്ടാൻ വേണ്ടിയിട്ടും. യൗവനം നിലനിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഒന്ന് സ്കിന്നും അതുപോലെ തന്നെ മറ്റൊന്ന് ഹെയറും ആയിരിക്കും. ഈ രണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ സ്കിൻ ഹെൽത്തിന് എന്ന് പറയുന്നത് നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് പ്രായത്തിൽ സ്വാഭാവികമായിട്ടും വരുന്ന ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചുളിവുകളുടെ പ്രശ്നങ്ങൾ, അതുപോലെ കണ്ണിനടികളിൽ ചുളിവുകൾ വരാം, മുഖത്ത് നമുക്ക് ഡ്രൈനെസ് അമിതമായിട്ട് വരാം, അല്ലെങ്കിൽ പ്രായം കൂടുതലായിട്ട് തോന്നിക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലും പുറമേ നമുക്കിത് പുരട്ടാൻ കഴിയും. ഉള്ളിൽ കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു 4 അല്ലെങ്കിൽ 5 കുടങ്ങലിൻ്റെ ഇല നന്നായിട്ട് അരച്ച് ഇത് നമുക്ക് പാലിൽ ചേർത്തിട്ടോ ഇല്ലെങ്കിൽ വെണ്ണയിൽ ചേർത്തിട്ടോ നമ്മൾ ദിവസവും കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പാലിലോ വെണ്ണയിലോ ഒന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് തേനിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഇതേ ഗുണങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്നതാണ്. കാരണം ഇതിൽ കൊളാജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊളാജൻ നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഏറ്റവും ഗുണകരമാണ്. ഹെയറിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ നമ്മുടെ ജോയിൻറ്റ് പെയിൻസുകൾ കുറയ്ക്കാനും ഏറ്റവും ഗുണകരമാണ്. അപ്പം ഈ രീതികളിൽ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ പുറമേ പുരട്ടുന്ന രീതിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പിടി അളവിലായിട്ടുള്ള മുത്തലിൻ്റെ ഇല എടുക്കുക. എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇത് അരച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കടലമാവും അതുപോലെ കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് നമ്മൾ മുഖത്ത് പുരട്ടുന്നത് മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോണിൻ്റെ പ്രശ്നങ്ങൾ, കണ്ണിനടിയിൽ വരുന്ന കറുപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ നിത്യവും അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണയൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നമുക്ക് നല്ല ഫലം ലഭിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഉള്ളിലും പുറമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മറ്റൊന്ന് നമ്മുടെ കേശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തലവേദന വരാം. ചിലർക്ക് ചില എണ്ണകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന വരുന്ന പ്രശ്നം ഉണ്ടാവാം. ഈ ഓർമ്മക്കുറവിന് വേണ്ടിയിട്ടും അതുപോലെ കണ്ണിന് കുളിർമ നൽകാനും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമുക്ക് ചില എണ്ണകൾ തലയിൽ തേക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. അപ്പം അങ്ങനെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഈ മുത്തലിൻ്റെ ഇല ഇട്ട് കാച്ചിയിട്ട് ആ എണ്ണ തലയിൽ തേക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാവുകയും അതിനോടൊപ്പം തന്നെ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ, മുടി വളരാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ കണ്ടീഷൻസ്, താരനൊക്കെ അമിതമായിട്ട് ഉണ്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ കീഴാർനെല്ലി, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കീഴാർനെല്ലി നമ്മുടെ മുടിക്ക് ഏറ്റവും ഗുണകരമാണ്. അപ്പോൾ ഈ കീഴാർനെല്ലി നമ്മൾ ഒരു പിടി എടുക്കുമ്പോൾ ഇതേ ഒരു പിടി തന്നെ മുത്തലിൻ്റെ ഇലയും എടുത്തിട്ട് നന്നായി അരച്ച് ഇത് നമ്മുടെ തലയോട്ടിയിലൊക്കെ തന്നെ തേക്കുന്നത് ഇവയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ കണ്ടീഷൻസ്, അമിതമായിട്ട് താരൻ, പൊറ്റൻ പോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് മാറ്റാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും ഒപ്പം തന്നെ മുടി സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഏറെ സഹായിക്കുന്നതാണ്. ഈ 2 വ്യത്യസ്ത രീതികളിൽ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടും അതുപോലെ നമുക്ക് യുവത്വം തോന്നിക്കാൻ വേണ്ടും ഏറെ ഗുണകരമാകും. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് ഇത് അലർജി കണ്ടീഷൻസ് ഉള്ളവർക്ക്, അതായത് സ്ഥിരമായിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് തുമ്മൽ, അലർജി പോലെ കണ്ണ് ചൊറിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ വരിക, തൊണ്ട നമുക്ക് പെട്ടെന്ന് തൊണ്ടവേദനയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത്. നമ്മൾ ചെയ്യേണ്ടത് രാവിലെ വെറും വയറ്റിൽ തന്നെയാണ്. ഒരു മുത്തലിൻ്റെ ഇല എടുക്കുക, എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കുരുമുളക് ഇതിനകത്തേക്ക് വെക്കുക, എന്നിട്ട് ഇത് ചവച്ചരച്ച് നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഇറക്കേണ്ടതാണ്. ഇത് കുറച്ച് നാൾ ദിവസേന നിങ്ങൾ ഇതുപോലെ രാവിലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നതാണ്, മാറി കിട്ടുന്നതാണ്. രാവിലെ എണീക്കുമ്പോൾ ഈ തുമ്മൽ അല്ലെങ്കിൽ മൂക്കിന്ന് വെള്ളം വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നവർക്ക് ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ഇവ മാറ്റാൻ വേണ്ടിയിട്ട് ഈ കുടലുകളിൽ നമ്മൾ ചിലർക്ക് വായിനകത്ത് വായ്പുണ്ണിൻ്റെ പ്രശ്നങ്ങൾ വരാം, അതുപോലെ കുടലിൽ അമിതമായിട്ട് കുരുക്കൾ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം, അൾസർ കണ്ടീഷൻ, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് മോരിൽ അരച്ചിട്ട് നമുക്ക് കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രീതികൾക്ക് അല്ലാത്ത രീതിയിൽ നമ്മൾ ഭക്ഷണയോഗ്യമായിട്ടുള്ള രീതികളിൽ ചിലത് ഒന്ന് മോരിൽ നമുക്കിത് ചേർത്തിട്ട് നമുക്ക് കുടിക്കാൻ കഴിയും. മറ്റൊന്നെന്ന് പറയുന്നത് ഇത് തോരൻ വെച്ചിട്ടും കഴിക്കുന്നതുണ്ട്. അപ്പോൾ തോരൻ വെച്ച് കഴിക്കുമ്പം ഇത് മാത്രമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം, പക്ഷെ അതിന് കുറച്ച് കയ്പ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് വേറൊരു നമുക്ക് ചീരയിൽ ചേർത്തിട്ടോ
ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിത്തണ്ട് നമുക്ക് ലഭിക്കും, വാഴയുടെ ഉള്ളിലുള്ള ഉണ്ണിത്തണ്ട് ലഭിക്കും. ഇവയിൽ നമ്മൾ കുറച്ച് ഈ ഒരു മുത്തലിൻ്റെ ഇലയും ചേർത്തിട്ട് തോരൻ വെച്ചിട്ട് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. അതുപോലെ ഇതിൻ്റെ ചമ്മന്തിയായിട്ട് നമുക്ക് സാധാരണ നമ്മൾ തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന പോലെ തന്നെ ചമ്മന്തിയിലുള്ള ഇൻഗ്രീഡിയൻസുകൾ വറ്റൽമുളക്, അതുപോലെ ചെറിയുള്ളി തുടങ്ങിയിട്ടുള്ളവയൊക്കെ എടുക്കുക, പുളിയൊക്കെ എടുക്കുക. അതിനകത്തേക്ക് ഒരു 5-6 മുത്തലിൻ്റെ ഇലയും കൂടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമ്മൾ ചമ്മന്തി ആക്കിയിട്ട് കഴിക്കുന്നതും നമുക്ക് ഈ ഒരു വയർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാനും അതുപോലെ നമുക്ക് മുത്തലിൻ്റെതായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാനും ഏറെ നല്ലതാണ്. ഇതുപോലെ തന്നെ പനി, ചുമ, ജലദോഷമൊക്കെ ഉള്ളവർക്ക് പണ്ട് മുതൽക്കേ ഈ മുത്തലിലെ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം ചെറു ചൂടോടുകൂടി കുടിക്കുന്നത് ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ള രീതിയിൽ പണ്ട് മുതൽക്കേ ഉപയോഗിച്ച് പോരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുതലാവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഗർഭിണികൾക്ക് കൊടുക്കുന്നത്, അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ഔഷധയോഗ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഭക്ഷണത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. കുട്ടികളൊക്കെ നമുക്ക് പാലിൽ ചേർത്തിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഇഡ്ഡലി മാവിലൊക്കെ നമുക്ക് ഈ ഒരു മുത്തലിൻ്റെ നീര് നമ്മൾ ചേർത്തിട്ട് അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കുന്നതും ഒക്കെ തന്നെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നവയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതികളിലേക്ക് ഇത് മാറ്റിയെടുക്കുക. ഇതിന് നമുക്ക് തേൻ ഉപയോഗിക്കാം, പാൽ ഉപയോഗിക്കാം, വെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പുറമേ നമ്മളിത് പുരട്ടുന്നതിലൂടെ വേദനകൾ, ചതവ്, ആർത്രൈറ്റിസ് കണ്ടീഷൻസ് ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മുത്തലിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്താണെന്നുള്ളതും ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.